2019 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഗോഡ്സില്ല കിങ് ഓഫ് ദി മോൺസ്റ്റേഴ്സ്. ലോകത്തിനെ മൊത്തം നശിപ്പിക്കാൻ ശേഷിയുള്ള പുരാതന കാലത്തിലെ ഒരു മാരകമായ രാക്ഷസ ജീവി ഉണരുമ്പോൾ മറ്റൊരു രാക്ഷസ ജീവിയായ ഗോഡ്സില്ല മനുഷ്യരാശിയെ രക്ഷിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഇത് ശരിക്കും മോൺസ്റ്റർവേഴ്സിലെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ 2 സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമയുടെ കഥ പൂർണ്ണമായും മനസ്സിലാകില്ല. ആദ്യത്തെ 2 സിനിമകളും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണണമെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. 2014 ഗോഡ്സില്ലയും മ്യൂട്ടോകളുമായി നടന്ന യുദ്ധത്തിനിടയിൽ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരുന്നു. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മാർക്കിന്റെയും എമ്മയുടെയും മകനും അന്ന് കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ മാർക്കും എമ്മയും ഡിവോഴ്സ്ഡായി. അവരുടെ മകൾ മാഡിസൺ എമ്മയ്ക്കൊപ്പമാണ്. എമ്മയും മാഡിസണും ചൈനയിലുള്ള മൊണാർക്കിന്റെ ഒരു ഔട്ട് പോസ്റ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ ഔട്ട് പോസ്റ്റിൽ മോത്ര എന്നൊരു മോൺസ്റ്റർ ഉണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അതൊരു കൊക്കൂണിനകത്തിരിക്കുകയാണ്. മാഡിസൺ ഓർക്ക എന്നൊരു ഡിവൈസ് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് മോൺസ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഒരു ദിവസം രാവിലെ കൊക്കൂൺ വിരിഞ്ഞ് മോത്ര പുറത്തു വന്നു. അത് ചിത്രശലഭം പോലത്തെ മനോഹരമായ ഒരു മോൺസ്റ്ററാണ്. എല്ലാവരും അതിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. കൊക്കൂണിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അത് കണ്ണിൽ കണ്ട മനുഷ്യരെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ആരെയും അത് കൊല്ലുന്നില്ല. അതിനെ വലവിടാനുള്ള കഴിവുണ്ട്. എല്ലാവരെയും അത് വലയിൽ കൊടുക്കി ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പെട്ടെന്ന് എമ്മ ഓർക്കയും എടുത്തുകൊണ്ട് മോത്രയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഡിവൈസിലൂടെ ഒരു ടൈപ്പ് സിഗ്നൽ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ആ സിഗ്നൽ കേട്ടപ്പോഴാണ് മോത്ര അടങ്ങിയത്. പിന്നെ മാഡിസൺ ആണെങ്കിൽ കൗതുകത്തോടെ അതിനെ ചെന്ന് തൊട്ടുനോക്കി. അപ്പോഴും അത് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവിടെ ഒരു കൂട്ടം പേര് കയറി വന്നു. അലനാണ് അവരുടെ നേതാവ്. ഔട്ട് പോസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അലനും കൂട്ടരും ചേർന്ന് കൊന്നുകളഞ്ഞു. എമ്മയും മകളെയും മാത്രം ഒന്നും ചെയ്തില്ല. ഈ സമയം വാഷിംഗ്ടൺ DC-യിൽ ഇഷിറോയും മറ്റ് സയന്റിസ്റ്റുകളും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് ചൈനയിൽ സംഭവിച്ച വിവരമറിഞ്ഞത്. ഉടൻ തന്നെ ഇഷിറോ മീറ്റിംഗിൽ നിറങ്ങി. എന്നിട്ട് നേരെ മാർക്കിനെ കാണാനാണ് പോയത്. മാർക്ക് US-ൽ തന്നെ ഉണ്ടായിരുന്നു. ഇഷിറോ മാർക്കുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സംഭവം പണ്ട് മാർക്കും മൊണാർക്കിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ആദ്യം ഓർക്കയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് മാർക്കാണ്. 2014 ശേഷം മാർക്ക് മൊണാർക്ക് വിട്ടു. പിന്നെ എമ്മയാണ് ഓർക്കയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നേരത്തെ ചൈനയിലെ ഔട്ട് പോസ്റ്റിൽ വന്നവര് യഥാർത്ഥത്തിൽ ഓർക്കയെ കൈക്കലാക്കാനാണ് വന്നത്. എന്നാൽ അവര് ഓർക്കയ്ക്കൊപ്പം എമ്മയെയും മാഡിസണെയും കൂടെ തട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറിയില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്നും അറിയില്ല. ആ പ്രശ്നങ്ങൾക്കിടയിൽ മോത്രയാണെങ്കിൽ എസ്കേപ്പ് ആവുകയും ചെയ്തു. ഓർക്കയെ ഉപയോഗിച്ച് മോൺസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓർക്കയെ എത്രയും വേഗം വീണ്ടെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരത് വെച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. ഓർക്കയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മാർക്കിനാണ്. അതിനാൽ ഓർക്കയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പറയാനാണ് ഇഷിറോ മാർക്കിനെ കാണാൻ വന്നത്. മകളെ രക്ഷിക്കണമെന്നുള്ളതിനാൽ മാർക്ക് ഇഷിറോയെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാർക്കിനെയും കൊണ്ട് ഇഷിറോ ഒരു ഹെലികോപ്റ്ററിൽ കയറി യാത്രയായി. യാത്രക്കിടയിൽ ഇഷിറോ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു കൊടുത്തു. എന്താണെന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഗോഡ്സില്ല ഉൾപ്പെടെ 17 മോൺസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഗോഡ്സില്ലയെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും പല ഔട്ട് പോസ്റ്റുകളിൽ സേഫ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഗോഡ്സില്ലയെ പോലെയുള്ള ചില മോൺസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ മനുഷ്യരെ സഹായിക്കുന്നവയാണ്. നേരത്തെ കണ്ട മോത്രയും അങ്ങനെയുള്ള ഒരു മോൺസ്റ്ററാണ്. എമ്മയെയും മാഡിസണെയും തട്ടിക്കൊണ്ടുപോയ അലൻ ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അലനും അവന്റെ ആൾക്കാരും എങ്ങനെയെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് കരുതുന്നവരാണ്. അതിനുവേണ്ടി എന്ത് ക്രൂരത വേണമെങ്കിലും ചെയ്യാൻ അവര് മടിക്കില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവര് ബെർമുഡ ട്രയാങ്കിളിലെ മൊണാർക്കിന്റെ ഔട്ട് പോസ്റ്റിലെത്തി. ഇതാണ് മൊണാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട് പോസ്റ്റ്. ഇത് കടലിന്റെ ആഴത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതേസമയം അലനും കൂട്ടരും അന്റാർട്ടിക്കയിലുള്ള മൊണാർക്കിന്റെ ഔട്ട് പോസ്റ്റിലെത്തി. എമ്മയും മകളും കൂടെയുണ്ട്. ഔട്ട് പോസ്റ്റിലെത്തിയ ഉടനെ അവിടെയുള്ള എല്ലാവരെയും അലന്റെ ആൾക്കാര് കൊന്നുകളഞ്ഞു. ഈ ഔട്ട് പോസ്റ്റിൽ മോൺസ്റ്റർ 0 എന്ന് പേര് നൽകിയിരിക്കുന്ന ഒരു രാക്ഷസ ജീവിയുണ്ട്. അത് മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുകയാണ്. അതിനെ ഉണർത്താനാണ് അലന്റെ പ്ലാൻ. പക്ഷേ മഞ്ഞിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ മാത്രം അതിനെ ഉണർത്താൻ കഴിയില്ല. അതിന് ഓർക്കയുടെ സഹായം വേണം. ഓർക്കയെ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്നത് എമ്മയ്ക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓർക്കയ്ക്കൊപ്പം അലൻ എമ്മയെയും മകളെയും കൂടെ തട്ടിക്കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ബെർമുഡ ട്രയാങ്കിളിൽ എല്ലാവരും ഓർക്കയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിൽ ഗോഡ്സില്ല കടലിനടിയിലൂടെ ഔട്ട് പോസ്റ്റിന്റെ സമീപത്ത് വന്നു. അത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി.
പക്ഷേ ഭാഗ്യത്തിന് അത് ഒന്നും ചെയ്യാതെ തിരിച്ചുപോയി. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാൻ ഇഷിറോ മറ്റ് സയന്റിസ്റ്റുകളോട് പറഞ്ഞു. അത് സഞ്ചരിക്കുന്ന പാത വെച്ച് നോക്കുമ്പോൾ അത് അന്റാർട്ടിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് മാർക്കിനൊരു കാര്യം ഓർമ്മ വന്നത്. ഓർക്കയിൽ നിന്നുമുള്ള സിഗ്നല് ഗോഡ്സിലേക്കും കേൾക്കാൻ കഴിയും. ഒരുപക്ഷെ നേരത്തെ മോത്രയെ അടക്കാൻ വേണ്ടി ഓർക്ക ഉപയോഗിച്ചപ്പോൾ ആ സിഗ്നല് ഗോഡ്സിലയും കേട്ടുകാണും. അതിനാൽ ഓർക്കയെ തേടിയായിരിക്കും ഇപ്പോൾ ഗോഡ്സില ഇറങ്ങിയത്. അങ്ങനെയെങ്കിൽ ഓർക്ക അന്റാർട്ടിക്കയിൽ ഉണ്ടായിരിക്കും. എങ്കിൽ പിന്നെ എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് മാർക്ക് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കുറെ വിമാനങ്ങളിൽ കയറി അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ടു. അവരുടെ കൂടെ കുറെ പട്ടാളക്കാരുമുണ്ട്. ഈ സമയം അന്റാർട്ടിക്കയിൽ അലനും കൂട്ടരും ചേർന്ന് മോൺസ്റ്റർ സീറോ ഉറഞ്ഞിരിക്കുന്ന വലിയ മഞ്ഞുകട്ടയിൽ ഒരുപാട് ചെറിയ ചെറിയ ബോംബുകൾ വെക്കാൻ തുടങ്ങി. ഇവിടെ യാത്രക്കിടയിൽ സയന്റിസ്റ്റുകൾ മോൺസ്റ്റർ സീറോയെക്കുറിച്ച് മാർക്കിന് പറഞ്ഞുകൊടുത്തു. മോൺസ്റ്റർ സീറോ ശരിക്കും പണ്ട് ഗോഡ്സിലയുടെ എതിരാളിയായിരുന്നു. ഗിദോറ എന്നാണ് അതിന്റെ ശരിക്കുമുള്ള പേര്. പുരാണ കഥകളിലെല്ലാം അതിനെ ഗോഡ്സിലയേക്കാൾ പവർഫുൾ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവര് അന്റാർട്ടിക്കയിലെത്തി. അപ്പോഴേക്കും അലനും കൂട്ടരും കൂടെ ബോംബുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മാർക്കും പട്ടാളക്കാരും ഔട്ട് പോസ്റ്റിനകത്ത് കയറി അലന്റെ ആൾക്കാരെ വെടിവെക്കാൻ തുടങ്ങി. ഉടനെ അലനാണെങ്കിൽ എമ്മയെയും മകളെയും കൊണ്ട് മറ്റൊരു വഴിയിലൂടെ എസ്കേപ്പ് ആകാൻ നോക്കി. ഭാഗ്യത്തിന് മാർക്ക് വന്ന് അവരെ തടഞ്ഞു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എമ്മ തന്നെ ബോംബുകൾ പൊട്ടിക്കാനുള്ള ബട്ടൺ അമർത്തി. എമ്മ എന്തിനാണത് ചെയ്തതെന്നോർത്ത് എല്ലാവരും അമ്പരന്ന് പോയി. ബോംബുകൾ പൊട്ടിയ ഉടനെ ഗിദോരയെ വെച്ചിരുന്ന ഐസ് പതിയെ പിളരാൻ തുടങ്ങി. അതിന്റെ ആഘാതത്തിൽ ഔട്ട് പോസ്റ്റ് മൊത്തം തകരുകയാണ്. അതുകൊണ്ട് എല്ലാവരും വേഗം പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കി. അലനും കൂട്ടരും എമ്മയും മകളെയും കൊണ്ട് ആദ്യമേ തന്നെ പുറത്തു കടന്നു. എന്നിട്ടൊരു എയർക്രാഫ്റ്റിൽ കയറി എസ്കേപ്പായി. എയർക്രാഫ്റ്റ് പറന്നുയർന്നതും ഗിദോരയെ ഉണർത്താൻ അലൻ എമ്മയോട് പറഞ്ഞു. ഈ സമയം കൊണ്ട് മാർക്കും പട്ടാളക്കാരും ഔട്ട് പോസ്റ്റിൽ നിന്ന് പുറത്തു കടന്നു. അവര് പുറത്തു കടന്ന ഉടനെ ഔട്ട് പോസ്റ്റ് മൊത്തം തകർന്ന് തരിപ്പണമായി. അപ്പോഴാണ് എമ്മ ഓർക്കയെ എടുത്ത് ആക്ടിവേറ്റ് ചെയ്തത്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗിദോര ഉണരുകയും ചെയ്തു. അത് പതിയെ ഔട്ട് പോസ്റ്റിനുള്ളിൽ നിന്നും പുറത്തു വന്നു. അതിന് 3 തലയുണ്ട്. ഗോഡ്സിലയേക്കാൾ വലിപ്പവും തോന്നിക്കും. അതിന്റെ തലകൾക്ക് ഡ്രാഗന്റേതുപോലത്തെ രൂപമാണ്. ആകെ മൊത്തത്തിൽ അതിഭയാനകമായ ഒരു രാക്ഷസ ജീവി. പുറത്തു വന്ന ഉടനെ അത് പട്ടാളക്കാരെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. ഇതിന് തീവ്രമായ മിന്നലുണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ മിന്നൽ ഉപയോഗിച്ച് കുറെ എയർക്രാഫ്റ്റുകളെ അത് തകർത്ത് കളഞ്ഞു. മാർക്കും ഒരു കൂട്ടം പട്ടാളക്കാരും ഒരു എയർക്രാഫ്റ്റിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ഗിദോര ആ എയർക്രാഫ്റ്റിനെയും ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിന് അപ്പോഴാണ് അവിടെ ഗോഡ്സില എത്തിയത്. പിന്നെ ഗിദോറയും ഗോഡ്സിലയും തമ്മിൽ ഘോര യുദ്ധമായി. ഗോഡ്സില പല രീതിയിലും അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഗിദോരയ്ക്ക് ഏൽക്കുന്നില്ല. അവസാനം ഗോഡ്സില ലേസർ ബീം ഉപയോഗിച്ച് ആക്രമിക്കാൻ നോക്കി. എന്നാൽ ഗിദോരയാണെങ്കിൽ നിസ്സാരമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്നിട്ട് മിന്നലടിപ്പിച്ച് ഗോഡ്സിലയെ വീഴ്ത്തി. അതുകണ്ട് മാർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് എല്ലാവരും അന്തം വിട്ടു. ഭാഗ്യത്തിന് ഗോഡ്സിലയ്ക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അത് വീണ്ടും എണീറ്റു വന്നു. അപ്പോഴേക്കും അവിടെ കുറെ യുദ്ധവിമാനങ്ങളും എത്തി. അവയെല്ലാം കൂടെ ഗിദോരയെ ആക്രമിക്കാൻ തുടങ്ങി. ഇനി രക്ഷയില്ലെന്ന് തോന്നിയ ഗിദോറ ചിറകുകൾ വിടർത്തി അവിടുന്ന് പറന്നുപോയി. ശേഷം മാർക്കും കൂട്ടരുമൊക്കെ എയർക്രാഫ്റ്റുകളിൽ കയറി US ബോസ്റ്റണിലേക്ക് പോയി. കാരണം ഓർക്കയെ ട്രാക്ക് ചെയ്തപ്പോൾ അത് ബോസ്റ്റണിലുണ്ടെന്നാണ് കാണിക്കുന്നത്. എമ്മ എന്തിനാണ് ബട്ടൺ അമർത്തിയതെന്നോർത്ത് ഇപ്പോഴും എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് മാഡിസണെ വെച്ച് അലൻ എമ്മയെ ഭീഷണിപ്പെടുത്തി കാണുമെന്ന് ഇഷിറോ പറഞ്ഞു. എന്നാൽ എമ്മയെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അവള് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാണെന്നും പട്ടാളക്കാരി പറഞ്ഞു. അത് മാർക്കും ശരിവെച്ചു. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ എമ്മ അവരെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സംഭവം എമ്മയെയും മകളെയും അലൻ തട്ടിക്കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ എമ്മയുടെ പ്ലാൻ പ്രകാരമാണ്. രാക്ഷസ ജീവികൾ കാരണം ഒരുപാട് സിറ്റികൾ തകർന്നിട്ടുണ്ട്. എന്നാൽ ഈ മോൺസ്റ്റേഴ്സിന്റെ ദേഹത്ത് നിന്നും വമിക്കുന്ന റേഡിയേഷൻ കാരണം ആ സിറ്റികളെല്ലാം പിന്നീട് വനമായി മാറി. ഇപ്പോൾ അവിടെയെല്ലാം വൈവിധ്യമായ ജീവജാലങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. അങ്ങനെയെങ്കിൽ ഔട്ട് പോസ്റ്റുകളിൽ ട്രാപ്പ് ആക്കിയിട്ടിരിക്കുന്ന സകല മോൺസ്റ്റേഴ്സിനെയും മോചിപ്പിച്ചാൽ അവ കാരണം ലോകം മുഴുവൻ ജീവജാലങ്ങൾ കൊണ്ട് നിറയുമെന്നാണ് എമ്മ കരുതുന്നത്. ആ പ്രക്രിയയിൽ കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെട്ടാലും സാരമില്ലെന്നാണ് എമ്മയുടെയും അലന്റെയും ഒക്കെ അഭിപ്രായം. എന്തെന്നാൽ മനുഷ്യരാശി എവിടെ പോയാലും അവിടെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എമ്മ കോൾ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ എമ്മയും കൂട്ടരുമൊക്കെ ബോസ്റ്റണിലെ ഔട്ട് പോസ്റ്റിലാണ് ഉള്ളത്. ഈ ഔട്ട് പോസ്റ്റിൽ റൊഡാൻ എന്നൊരു മോൺസ്റ്റർ ഉണ്ട്. അടുത്ത് ഇതിനെ ഉണർത്താനാണ് എമ്മയുടെ പ്ലാൻ. കൂടുതൽ സമയം കളയാതെ ഓർക്കയെ ഉപയോഗിച്ച് എമ്മ ഒരു ടൈപ്പ് സിഗ്നൽ അയച്ചു. ആ സിഗ്നല് കാരണം ഔട്ട് പോസ്റ്റിൽ ഉറങ്ങിക്കിടന്ന മോൺസ്റ്റർ ഉണർന്നു. ഉടൻ തന്നെ എമ്മയും കൂട്ടരും എയർക്രാഫ്റ്റിൽ കയറി അവിടുന്ന് എസ്കേപ്പ് ആയി. അപ്പോഴാണ് മാർക്കും കൂട്ടരും ബോസ്റ്റണിലെത്തിയത്.
വന്നപ്പോൾ തന്നെ ഔട്ട് പോസ്റ്റിൽ നിന്നും റോഡാൻ പുറത്തു വരുന്നതാണ് കണ്ടത്. അത് പരുന്തു പോലത്തെ ഒരു മോൺസ്റ്റർ ആണ്. പെട്ടെന്ന് എല്ലാ എയർക്രാഫ്റ്റുകളും കൂടെ അതിനെ ആക്രമിക്കാൻ പോയി. പക്ഷെ എത്ര തന്നെ വെടിവെച്ചിട്ടും അതൊന്നും റോഡാൻ ഏൽക്കുന്നില്ല. അതിനിടയിൽ അവിടെ ഗിദോര എത്തി. പിന്നെ ഗിദോരയും റോഡാനും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ഇഷിറോയ്ക്ക് മിലിറ്ററിയിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടി. ഗിദോരയെ കൊല്ലാൻ മാരകമായ ഒരു ഓക്സിജൻ ബോംബ് അയക്കുന്നുണ്ടെന്നും അതിനാൽ എത്രയും വേഗം നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടണമെന്നുമായിരുന്നു മെസ്സേജ്. ഗിദോരയാണെങ്കിൽ കുറച്ചു നേരത്തെ ഫൈറ്റിനൊടുവിൽ നിസ്സാരമായിട്ട് റോഡാനെ മിന്നലടിപ്പിച്ച് വീഴ്ത്തി. എന്നിട്ട് എയർക്രാഫ്റ്റുകളെ ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിനുടനെ അവിടെ ഗോഡ്സില്ല എത്തി. പിന്നെ ഗോഡ്സില്ലയും ഗിദോരയും തമ്മിൽ വീണ്ടും യുദ്ധമായി. ആ തക്കത്തിൽ എയർക്രാഫ്റ്റുകളൊക്കെ അവിടുന്ന് എസ്കേപ്പ് ആയി. ഇത്തവണ വളരെ മാരകമായിട്ടാണ് ഗോഡ്സില്ല ആക്രമിക്കുന്നത്. ഇടയ്ക്ക് ഗിദോരയുടെ ഒരു തലയും ഗോഡ്സില്ല കടിച്ചു കീറി കളഞ്ഞു. എന്നാൽ അപ്പോഴാണ് നേരത്തെ മിലിറ്ററി പറഞ്ഞ ബോംബ് വന്ന് പതിച്ചത്. ആ വിസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 2 മോൺസ്റ്റേഴ്സും ബോധം കെട്ട് വീണു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഗിദോര ഉണർന്നു. ബോംബ് പൊട്ടിയിട്ടും അതിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അത് ചിറകുകൾ വിരിച്ച് എങ്ങോട്ടോ പറന്നുപോയി. പക്ഷെ ഗോഡ്സില്ലയെ കാണുന്നില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഗോഡ്സില്ല മരിച്ചുപോയെന്ന് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അതറിഞ്ഞപ്പോൾ എല്ലാവരും ആകെ വിഷമത്തിലായി. കാരണം ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ തോൽപ്പിക്കാൻ ആകെ ഗോഡ്സില്ലയ്ക്ക് മാത്രമേ കഴിയൂ. അത് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി മനുഷ്യരെ സംരക്ഷിക്കാൻ ആരുമില്ല. ഈ സമയം ഗിദോര ഒരു വലിയ പർവ്വതത്തിന് മുകളിൽ ചെന്നിരുന്നു. അതിന്റെ മുറിഞ്ഞുപോയ തലയുടെ ഭാഗത്തിൽ പുതിയൊരു തല മുളച്ചു. പിന്നെ അത് ഉറക്കെ അലറി. ആ ശബ്ദം ലോകം മുഴുവൻ കേട്ടു. അത് കാരണം ഔട്ട് പോസ്റ്റുകളിൽ ഉറങ്ങിക്കിടന്ന എല്ലാ മോൺസ്റ്റേഴ്സും ഉണർന്നു. അതെല്ലാം ഇപ്പോൾ കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഇനിയും അധികം വൈകാതെ രാക്ഷസ ജീവികൾ ലോകത്തിനെ മൊത്തം നശിപ്പിക്കും. ഇതെല്ലാം മാഡിസൺ വാർത്തയിലൂടെ കണ്ടു. തന്റെ അമ്മ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർത്തപ്പോൾ മാഡിസന് എമ്മയോട് ദേഷ്യം തോന്നി. താൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന് എമ്മയ്ക്കും ഇപ്പോൾ മനസ്സിലായി. കാരണം ഗോഡ്സില്ലയെ പോലെ ലോകത്തിനെ സംരക്ഷിക്കേണ്ടതിന് പകരം ഗിദോര ലോകത്തിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സമയം മാർക്കും സയന്റിസ്റ്റുകളുമൊക്കെ ബെർമുഡ ട്രയാങ്കിളിലെ ഔട്ട് പോസ്റ്റിലെത്തി. എല്ലാവരും മോൺസ്റ്റേഴ്സിനെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ തിരയുകയാണ്. അതിനിടയിൽ ഒരു സയന്റിസ്റ്റ് ഗിദോരയെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് കണ്ടെത്തി. അതവള് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. സംഭവം ഗിദോര യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള ജീവിയല്ല, മറിച്ച് അതൊരു ഏലിയനാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇട്ട ഓക്സിജൻ ബോംബ് ഗിദോരയ്ക്ക് ഏൽക്കാത്തത്. ലോകത്തിനെ മൊത്തം നശിപ്പിക്കുകയാണ് ഗിദോരയുടെ ലക്ഷ്യം. ഗോഡ്സില്ലയെ കൊന്നത് കാരണം ഇപ്പോൾ ഗിദോര മോൺസ്റ്റേഴ്സിന്റെ പുതിയ രാജാവായിരിക്കുകയാണ്. ഇനി ഗിദോര പറയുന്നത് പോലെ ആയിരിക്കും ബാക്കി മോൺസ്റ്റേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഗിദോരയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ബാക്കി മോൺസ്റ്റേഴ്സ് കണ്ണിൽ കാണുന്നതിനെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കേട്ടപ്പോൾ ഗോഡ്സില്ല ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് ഇഷിറോ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും പുറത്ത് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ അത് മോത്രയാണ്. ഗോഡ്സില്ല കൊല്ലപ്പെട്ട സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നിട്ട് മോത്ര ഗോഡ്സില്ലയെ വിളിക്കുകയാണ്. ഉടനെ കടലിന്റെ ആഴങ്ങളിൽ നിന്നും എന്തോ ഒരു ജീവി മുരളുന്ന ശബ്ദം കേട്ടു. ഇഷിറോ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് ഗോഡ്സില്ലയാണ്. അപ്പോൾ ഗോഡ്സില്ല മരിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ ഗോഡ്സില്ലയുടെ സിഗ്നല് തീരെ വീക്കാണ്. ഗോഡ്സില്ല തീരെ അവശനായി കിടക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മാർക്കിന് ഒരു ഐഡിയ തോന്നി. എന്താണെന്നാൽ ഇവിടെ വലിയൊരു ന്യൂക്ലിയർ വെപ്പൺ ഇരിപ്പുണ്ട്. ന്യൂക്ലിയർ റേഡിയേഷനാണ് ഗോഡ്സില്ലയുടെ ആഹാരം. അങ്ങനെയെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പണിനെ കൊണ്ടുപോയി ഗോഡ്സില്ലയുടെ പക്കൽ വെച്ച് പൊട്ടിച്ചാൽ അതിൽ നിന്നുമുള്ള ഊർജം കാരണം ഗോഡ്സില്ല പൂർവാധികം ശക്തി പ്രാപിക്കും. അത് നല്ലൊരു ഐഡിയ ആണെന്ന് ഇഷിറോയ്ക്കും തോന്നി. അങ്ങനെ മാർക്കും ഇഷിറോയും പിന്നെ കുറച്ച് പട്ടാളക്കാരും ചേർന്ന് ന്യൂക്ലിയർ വെപ്പണും എടുത്തുകൊണ്ട് ഒരു സബ്മറൈനിൽ കയറി സമുദ്രത്തിന്റെ ആഴത്തിലോട്ട് പോയി. മോത്രയാണെങ്കിൽ ഇപ്പോഴും സമുദ്രത്തിന് മുകളിൽ പറന്നുയർന്ന് നിൽപ്പുണ്ട്. ഈ സമയം എമ്മയും കൂട്ടരും ബോസ്റ്റണിലെ തന്നെ ഒരു സീക്രട്ട് ബേസിലായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് മാറിയ തക്കത്തിൽ മാഡിസൺ ഓർക്കയെ അടിച്ചു മാറ്റി. എന്നിട്ട് ആരും കാണാതെ ബേസിലെ നിറങ്ങി രക്ഷപ്പെട്ടു. നേരെ സിറ്റിയിലേക്കാണ് അവള് പോയത്. അവിടെ വലിയൊരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിൽ വളരെ പവർഫുൾ ആയ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുമുണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓർക്കയിൽ നിന്നും ഒരു സിഗ്നൽ പുറത്തുവിട്ടാൽ അത് ലോകത്തിലുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനും കേൾക്കാൻ കഴിയും. അങ്ങനെ ആ സിഗ്നലിലൂടെ മോൺസ്റ്റേഴ്സിനെയൊക്കെ നിയന്ത്രിക്കാനാണ് മാഡിസന്റെ പ്ലാൻ. ഇവിടെ മാർക്കും സംഘവും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഗോഡ്സില്ലയെ തേടി പോയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പുരാതനമായ വലിയൊരു അമ്പലത്തിലെത്തി. ഇത് പുരാതന കാലത്തിലെ മനുഷ്യരെ ഗോഡ്സില്ലയ്ക്ക് വേണ്ടി പണിത അമ്പലമാണ്. നോക്കിയപ്പോൾ അമ്പലത്തിന് മധ്യത്തിൽ ഗോഡ്സില്ല കിടപ്പുണ്ട്. ഈ അമ്പലം ഭൂമിയുടെ കോറുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ അമ്പലം മുഴുവൻ ഭൂമിയുടെ കോറിൽ നിന്നുമുള്ള തീവ്രമായ റേഡിയേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ റേഡിയേഷൻ വലിച്ചെടുത്ത് പൂർവാധികം ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഗോഡ്സില്ല ഇവിടെ വന്ന് വിശ്രമിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ സഹായം ഇല്ലെങ്കിലും ഗോഡ്സില്ല തീർച്ചയായും രക്ഷപ്പെടും.
പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഈ രീതിയിൽ ഗോഡ്സില്ല പഴയതുപോലെ ആയി മാറാൻ ഇനിയും പല വർഷങ്ങളെടുക്കും. എന്നാൽ മനുഷ്യരാശിക്ക് ഇനി അത്രയും സമയമില്ല. അതിനു മുന്നേ ഗിദോറ ലോകത്തിനെ നശിപ്പിക്കും. അതുകൊണ്ട് മനുഷ്യരാശിക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഗോഡ്സില്ലയെ സഹായിച്ചേ മതിയാകൂ എന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞു. ശേഷം അവര് ന്യൂക്ലിയർ വെപ്പണിനെ ചെറിയൊരു ബോട്ടിൽ കയറ്റി. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. നിർഭാഗ്യവശാൽ ഈ ബോംബിൽ ചെറിയൊരു തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. അത് കാരണം ഇനി ഇത് ഓട്ടോമാറ്റിക്കലി പൊട്ടില്ല. പകരം ആരെങ്കിലും ഇതിനെ മാനുവലി ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അയാള് ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയം അത് ഞാൻ ചെയ്യാമെന്ന് ഇഷ്റോ പറഞ്ഞു. ഈ സമയം ലോകമെമ്പാടുമുള്ള പട്ടാളക്കാരും മോൺസ്റ്റേഴ്സുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ മാഡിസൺ പ്ലാൻ ചെയ്ത പോലെ ഓർക്കയിൽ നിന്നും സിഗ്നൽ പുറത്തുവിട്ടു. അത് കേട്ടതും പെട്ടെന്ന് എല്ലാ മോൺസ്റ്റേഴ്സും ആക്രമണം നിർത്തി. എന്നിട്ട് ബോസ്റ്റണിലേക്ക് വരാൻ തുടങ്ങി. ഈ വാർത്ത ബേസിലായിരുന്ന എമ്മയും അലനുമൊക്കെ കണ്ടു. സംശയം തോന്നി ചെന്ന് നോക്കിയപ്പോൾ ഓർക്കയെ കാണുന്നില്ല. മാഡിസനെ തിരിഞ്ഞപ്പോൾ അവളെയും ഒരിടത്തും കാണാനില്ല. അപ്പോൾ ഇത് മാഡിസന്റെ പണിയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ സബ്മറൈനിൽ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ ശേഷം ഇഷ്റോ ബോംബും എടുത്തുകൊണ്ട് ഒരു ചെറിയ ബോട്ടിൽ കയറി ഗോഡ്സില്ലയുടെ പക്കലേക്ക് പോയി. സബ്മറൈനിലുള്ളവരാണെങ്കിൽ വേഗം സബ്മറൈനും കൊണ്ട് തിരിച്ച് മുകളിൽ പോവുകയും ചെയ്തു. മിനിറ്റുകൾ കൊണ്ട് ഇഷ്റോ അമ്പലത്തിലെത്തി. അമ്പലത്തിന് മധ്യത്തിൽ വെള്ളമൊന്നുമില്ല. ഇഷ്റോ ബോംബ് എടുത്തുകൊണ്ട് ഗോഡ്സില്ലയുടെ പക്കൽ വെച്ചു. എന്നിട്ട് മാനുവലി അതിനെ ആക്ടിവേറ്റ് ചെയ്തു. ഇനിയും 1/2 മിനിറ്റിനുള്ളിൽ തന്നെ അത് പൊട്ടും. പിന്നെ അയാള് ഗോഡ്സില്ലയെ ചെന്ന് തൊട്ടുനോക്കി. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഗോഡ്സില്ല. ഇഷ്റോ തന്നെ സഹായിക്കാൻ വന്നതാണെന്ന കാര്യം ഗോഡ്സില്ലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഗോഡ്സില്ല ഇഷ്റോയെ ഒന്നും ചെയ്തില്ല. 1/2 മിനിറ്റ് കഴിഞ്ഞതും ബോംബ് പൊട്ടി. മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഗോഡ്സില്ല പൂർവാധികം ശക്തി പ്രാപിച്ചു. അടുത്ത നിമിഷം തന്നെ ഗോഡ്സില്ല മുകളിൽ വന്നു. അത് കണ്ടപ്പോൾ മാർക്കിനും കൂട്ടർക്കും സന്തോഷമായി. മുകളിൽ വന്ന ഉടൻ തന്നെ അത് അലറിക്കൊണ്ട് ആകാശത്തിലേക്ക് ലേസർ ബീം തുപ്പി. എന്നിട്ട് ഒട്ടും സമയം കളയാതെ ഗിദോറയെ തേടിപ്പോയി. ഈ സമയം എമ്മ ഓർക്കയെ ട്രാക്ക് ചെയ്തു. അത് സിറ്റിയിലുള്ള സ്റ്റേഡിയത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവള് മാഡിസനെ തേടി സിറ്റിയിലേക്ക് പോയി. ഇവിടെ സ്റ്റേഡിയത്തിൽ മാഡിസൺ മോൺസ്റ്റേഴ്സിനെയും കാത്തു നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവിടെ ഗിദോറ എത്തി. സിഗ്നൽ പുറത്തു വിടുന്ന റേഡിയോകളെ മൊത്തം അത് ആദ്യമേ തന്നെ തകർത്ത് കളഞ്ഞു. എന്നാൽ ബിൽഡിങ്ങിനകത്തു നിന്നും വീണ്ടും സിഗ്നൽ വരുന്നുണ്ട്. അത് ഓർക്കയിൽ നിന്നുമുള്ള സിഗ്നൽ ആയിരുന്നു. അതുകൊണ്ട് ഗിദോറ മിന്നൽ അടിപ്പിച്ച് ആ ബിൽഡിംഗ് മൊത്തം തകർക്കാൻ തുടങ്ങി. മാഡിസൺ കൃത്യസമയത്ത് പുറത്തിറങ്ങി ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ മാഡിസൺ ഓടുന്നത് ഗിദോറ കാണാൻ ഇടയായി. അങ്ങനെ അത് അവളെ ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിന് അപ്പോഴാണ് അവിടെ ഗോഡ്സില്ല എത്തിയത്. വന്ന ഉടനെ ആദ്യമേ തന്നെ അത് ലേസർ ബീം ഉപയോഗിച്ച് ഗിദോറയെ വീഴ്ത്തി. പിന്നെ ഗോഡ്സില്ലയും ഗിദോറയും തമ്മിൽ തീവ്രമായ യുദ്ധം തുടങ്ങി. ഗോഡ്സില്ലയെ സഹായിക്കാൻ ഗോഡ്സില്ലയുടെ കൂടെ ഒരുപാട് മിലിറ്ററി എയർക്രാഫ്റ്റുകളുമുണ്ട്. അതിലൊന്നിലാണ് മാർക്കും ടീമും ഉള്ളത്. അവരും മിസൈലുകളൊക്കെ അയച്ച് ഗിദോറയെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും ഗിദോറയുടെ രോമത്തിൽ പോലും ഏൽക്കുന്നില്ല. ഇടയ്ക്ക് സയന്റിസ്റ്റുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നാൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഗോഡ്സില്ലയുടെ എനർജി ലെവല് ഒരുപാട് കൂടുതലായിരിക്കുന്നു. ഇനിയും കുറച്ച് സമയം കഴിയുമ്പോൾ അധികമായിട്ടുള്ള ഊർജം ഗോഡ്സില്ലയുടെ ദേഹത്ത് നിന്നും പുറന്തള്ളപ്പെടാൻ തുടങ്ങും. അത് ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നത് പോലെ ആയിരിക്കും. അതിനാൽ എത്രയും വേഗം എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ അതിനു മുന്നേ ഓർക്കയെ കണ്ടെത്തണം. അതുകൊണ്ട് ഒരു സംഘം പട്ടാളക്കാരെ സ്റ്റേഡിയത്തിന് സമീപം ഇറക്കിവിട്ടു. മാർക്കും അവർക്കൊപ്പം ഇറങ്ങി. ഗോഡ്സില്ലയും ഗിദോറയും തമ്മിലുള്ള യുദ്ധം കാരണം സ്റ്റേഡിയം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. കുറച്ചു സമയം തിരഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഓർക്കയെ കണ്ടെത്താൻ പറ്റി. പക്ഷേ മാഡിസനെ ഒരിടത്തും കാണാനില്ല. അങ്ങനെ അവര് മാഡിസനെ തിരയുന്നതിനിടയിൽ അവിടെ മോത്ര എത്തി. അത് ഗോഡ്സില്ലയെ സഹായിക്കാൻ വന്നതാണ്. അതിന്റെ സഹായത്തോടെ ഗോഡ്സില്ല നിസ്സാരമായിട്ട് ഗിദോറയെ ഇടിച്ചു വീഴ്ത്തി. എന്നാൽ അപ്പോഴാണ് അവിടെ റോഡാൻ എത്തിയത്. അത് വന്ന് മോത്രയെ ആക്രമിക്കാൻ തുടങ്ങി. ഇവിടെ മാർക്കും കൂട്ടരും കുറെ നേരം തിരിഞ്ഞിട്ടും മാഡിസനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനിടയിൽ ഒരു ജീപ്പും കൊണ്ട് എമ്മയും അവിടെ എത്തി. ഇവിടെയൊന്നും മാഡിസനെ കാണാനില്ലെന്ന് മാർക്ക് എമ്മയോട് പറഞ്ഞപ്പോൾ അവള് തീർച്ചയായും മാർക്കിന്റെ വീട്ടിൽ പോയി കാണുമെന്ന് എമ്മ പറഞ്ഞു. ഈ സിറ്റിയിലാണ് മാർക്കിന്റെ യഥാർത്ഥ വീടുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ ആ ജീപ്പിൽ കയറി മാർക്കിന്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ ഗിദോറ എത്ര ശ്രമിച്ചിട്ടും ഗോഡ്സില്ലയെ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇടയ്ക്ക് ഒരു പവർ ഗ്രിഡിൽ നിന്നും ഗിദോറ വൈദ്യുതി വലിച്ചെടുത്തു. എന്നിട്ട് ആ വൈദ്യുതി കൊണ്ട് ഗോഡ്സില്ലയെ മിന്നലടിപ്പിച്ചു. പക്ഷേ എന്നിട്ടും ഗോഡ്സില്ലയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഗോഡ്സില്ലയിൽ നിന്നും ഇനി ഏത് നിമിഷവും ഊർജം പുറത്തു വരും. അതുകൊണ്ട് എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആകണമെന്ന് സയന്റിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ എല്ലാ എയർക്രാഫ്റ്റുകളും സിറ്റി വിട്ട് രക്ഷപ്പെട്ടു പോയി. ഈ സമയവും മോത്രയും റോഡാനും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റിംഗ് ആയിരുന്നു. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ മോത്ര അതിന്റെ വാല് കൊണ്ട് കുത്തി റോഡാനെ കൊന്നുകളഞ്ഞു.
ഇവിടെ മാർക്കും ടീമും മാർക്കിന്റെ വീട്ടിലെത്തി. നോക്കിയപ്പോൾ വീട് മൊത്തം തകർന്നിരിക്കുകയാണ്. അതുകണ്ട് മാർക്കും എമ്മയും ആകെ പരിഭ്രാന്തരായി. എന്നാൽ ഭാഗ്യത്തിന് മാഡിസൺ സേഫ് ആയിട്ട് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോഴാണ് മാർക്കിനും എമ്മയ്ക്കും സമാധാനമായത്. ഇവിടെ ഗിദോരയും ഗോഡ്സിലയും ഇപ്പോഴും തീവ്രമായ ഫൈറ്റിംഗ് ആണ്. എന്തൊക്കെ ചെയ്തിട്ടും ഗോഡ്സിലയ്ക്ക് ഏൽക്കാത്തതുകൊണ്ട് അവസാനം ഗിദോര ഗോഡ്സിലയെയും തൂക്കിയെടുത്തുകൊണ്ട് പറന്നുയർന്നു. എന്നിട്ട് അന്തരീക്ഷത്തിന്റെ ഒരുപാട് ഉയരത്തിൽ പോയ ശേഷം അവിടുന്ന് ഗോഡ്സിലയെ താഴേക്കിട്ടു. ഇത്രയും ഉയരത്തിൽ നിന്നും വന്ന് പതിച്ചത് കാരണം ഗോഡ്സില ആകെ അവശനായി. ആ തക്കം നോക്കി ഗിദോര വീണ്ടും ഗോഡ്സിലയെ ആക്രമിക്കാൻ വന്നു. എന്നാൽ മോത്ര വന്ന് ഗിദോരയുമായിട്ട് പൊരുതി. പക്ഷേ ഇത്രയും ഭീകരമായ ഗിദോരയ്ക്ക് മുന്നിൽ മോത്ര ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഗിദോര നിസ്സാരമായിട്ട് മോത്രയെ മിന്നലടിപ്പിച്ച് കൊന്നുകളഞ്ഞു. മോത്ര പപ്പടം പൊടിയുന്നത് പോലെ മൊത്തത്തിൽ പൊടിഞ്ഞുപോയി. അത് കണ്ടതും ഗോഡ്സില്ലയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ എങ്കിലും അതിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അതത്രയും അവശനായിരിക്കുകയാണ്. ഗിദോരയാണെങ്കിൽ ഗോഡ്സില്ലയെ ചുറ്റി വരിഞ്ഞു. എന്നിട്ട് ഗോഡ്സില്ലയുടെ ദേഹത്ത് നിന്നും ഊർജം വലിച്ചെടുക്കാനും തുടങ്ങി. ഇതെല്ലാം മാർക്കും കൂട്ടരും അകലെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനിയും അധികം വൈകാതെ ഗോഡ്സില്ലയുടെ കഥ കഴിയുമെന്ന് അവർക്ക് തോന്നി. അതിനാൽ ഗോഡ്സില്ലയെ രക്ഷിക്കാൻ മാർക്ക് ഒരു പ്ലാൻ ഇട്ടു. ഓർക്കയെ ഉപയോഗിച്ച് ഗിദോരയുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അപ്പോൾ ഗിദോര ഓർക്കയെ ഫോളോ ചെയ്യാൻ നോക്കും. ആ സമയം ഗോഡ്സില്ലയ്ക്ക് റെസ്റ്റ് കിട്ടും. അത് നല്ലൊരു പ്ലാൻ ആണെന്ന് ബാക്കിയുള്ളവർക്കും തോന്നി. അപ്പോഴാണ് അവിടെ ഇവരെ രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ വന്നത്. എല്ലാവരും കൂടി ഓടിച്ചെന്ന് ഹെലികോപ്റ്ററിൽ കയറി. എന്നാൽ ഗിദോര ഓർക്കയുടെ പിന്നാലെ വന്നാൽ ഈ ഹെലികോപ്റ്ററിന് ഗിദോരയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് എല്ലാവരും കൊല്ലപ്പെടുന്നതിനേക്കാൾ താൻ മാത്രം കൊല്ലപ്പെടുന്നതാണ് ശരിയെന്ന് എമ്മയ്ക്ക് തോന്നി. അങ്ങനെ അവള് മാത്രം ഹെലികോപ്റ്ററിൽ കയറിയില്ല. പകരം എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഓർക്കയും കൊണ്ട് ജീപ്പിൽ കയറി അവള് വേഗത്തിൽ വണ്ടി ഓടിച്ചു. അതിനിടയിൽ ഓർക്കയെ അവള് ആക്ടിവേറ്റും ചെയ്തു. ഉടനെ ഗോഡ്സിലയെ വിട്ടിട്ട് ഗിദോര ഓർക്കയ്ക്ക് പിന്നാലെ വന്നു. എമ്മ പരമാവധി വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. എങ്കിലും അവസാനം ഗിദോര മിന്നലടിപ്പിച്ച് ജീപ്പിനെ മറച്ചിട്ടു. ശേഷം അത് എമ്മയെ കൊല്ലാൻ നിന്നതും ഗോഡ്സില എണീറ്റ് വന്നു. ഇതുവരെ അതിന്റെ ദേഹം നീല നിറമായിരുന്നു. എന്നാൽ ഇപ്പോൾ മൊത്തം ചുവപ്പായിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഒരു ടെറർ ലുക്കായി. ഗോഡ്സില്ലയുടെ സമീപത്തുള്ള വസ്തുക്കളെല്ലാം ഗോഡ്സില്ലയുടെ തീവ്രമായ ഊർജത്തിന്റെ ചൂട് കാരണം ഉരുകി പോവുകയാണ്. ഗിദോര മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഗോഡ്സില്ലയെ മാരകമായിട്ട് മിന്നലടിപ്പിച്ചു. പക്ഷെ ഇത്തവണ അത് ഗോഡ്സില്ലയുടെ രോമത്തിൽ പോലും ഏറ്റില്ല. നേരത്തെ സയന്റിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗോഡ്സില്ലയുടെ ദേഹത്ത് നിന്നും ഇടയ്ക്കിടയ്ക്ക് ഊർജ പ്രവാഹം ഉണ്ടാകാനും തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ തവണ വന്ന ഊർജ പ്രവാഹത്തിൽ തന്നെ ഗിദോരയുടെ 2 തലകളും ഉരുകി ഭസ്മമായി പോയി. അവസാനം ഗോഡ്സില്ല വന്ന് ഗിദോരയെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് ഗിദോരയുടെ പുറത്ത് ചവിട്ടി മെതിച്ചു. പിന്നെ അവസാനമായിട്ട് അതിഭയാനകമായ രീതിയിൽ ഒരു വലിയ ഊർജ പ്രവാഹവും കൂടെ ഗോഡ്സില്ലയിൽ നിന്നുമുണ്ടായി. വളരെ വലിയൊരു ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിന്റെ അത്ര ശക്തിയുണ്ടായിരുന്നു അതിന്. അതിന്റെ പ്രകമ്പനത്തിൽ ആ സിറ്റി മൊത്തം തകർന്നുപോയി. സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ഗിദോരയുടെ തല ഉയർന്നു വന്നു. എന്നാൽ അത് ഗോഡ്സില്ല കടിച്ചു മുറിച്ച് വായിൽ വെച്ചിരിക്കുന്നതായിരുന്നു. ഒടുവിൽ ലേസർ ബീം ഉപയോഗിച്ച് ആ തലയെയും ഗോഡ്സില്ല പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു. അങ്ങനെ ഗിദോരയുടെ കഥ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞതും അവിടെ ബാക്കി മോൺസ്റ്റേഴ്സ് എല്ലാം എത്തി. ഗോഡ്സില്ല വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. എന്നാൽ മോൺസ്റ്റേഴ്സ് എല്ലാം ഗോഡ്സില്ലയ്ക്ക് മുന്നിൽ വന്ന് തല വണങ്ങി നിന്നു. റോഡാനാണെങ്കിൽ മരിച്ചിട്ടില്ല. അതും എണീറ്റ് വന്ന് ഗോഡ്സില്ലയ്ക്ക് മുന്നിൽ തല വണങ്ങി നിന്നു. അതായത് ഗോഡ്സില്ലയെ പുതിയ രാജാവായിട്ട് മോൺസ്റ്റേഴ്സ് എല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.